ബിഗ് ബോസ് സീസൺ 4ൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ ആണ് ശരിയായ രീതിയിൽ ആയിരുന്നോ എന്ന് പ്രേക്ഷകർക്ക് പലർക്കും സംശയമുള്ളതും ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നതും. പ്രേക്ഷകരെ പോലെ തന്നെ ഓഷ്യാനിക് മീഡിയയ്ക്കും തോന്നിയ ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസിൽ അംഗങ്ങൾ ഈ ആഴ്ചയിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ജയിൽ നോമിനേഷൻ നടത്തിയത് എന്നത്. ബിഗ് ബോസ് ഹൗസിൽ 2 ആഴ്ചകൾ കഴിയുമ്പോഴും വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ പറ്റാതെ നിൽക്കുന്നവരും ഈ ആഴ്ചയിലെ ടാസ്കിൽ പെർഫോം പോലും ചെയ്യാതെ ഒതുങ്ങി നിൽക്കുന്ന കണ്ടസ്റ്റൻസും ഉള്ളപ്പോൾ ഡോക്ടർ റോബിൻ, ജാസ്മിൻ, ഡെയ്സി എന്നിവരെ എന്ത് അടിസ്ഥാനത്തിൽ ആണ് തിരഞ്ഞെടുത്തത് എന്നത് സംശയകരമായ ഒരു കാര്യം തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരും ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ടാസ്കുകളിലാണെങ്കിലും വളരെ ആക്റ്റീവായി പങ്കെടുക്കുന്നവരാണ്. അതുപോലെ തന്നെ വളരെ ശക്തമായി മുന്നേറുന്ന കണ്ടസ്റ്റൻസ് കൂടിയാണ്. അങ്ങനെയിരിക്കുമ്പോൾ പേഴ്സണൽ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ജയിൽ നോമിനേഷൻ പലരും നടത്തിയത് എന്ന് വേണം കരുതാൻ. ഇതിന് വലിയൊരു ഉദാഹരണമാണ് ഡോക്ടർ റോബിൻ. എന്ത് സ്ട്രാറ്റജിയുടെ പേരിലായാലും ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ ചലനം സൃഷ്ടിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. അവസാനമായി നടന്ന വീക്ക്ലി ടാസ്കിലും മോശമല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഡോക്ടർ റോബിൻ നല്ല രീതിയിൽ കോർണർ ചെയ്യപ്പെടുന്നു എന്ന് വേണം നമ്മൾക്ക് കരുതാൻ. ഇതിനൊരു മറുവശം എന്നോണം ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കാൻ ഡോക്ടർ റോബിൻ പുറത്തെടുക്കുന്ന സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ ശക്തനായ ഒരു കണ്ടസ്റ്റന്റിനെ വീഴ്ത്താൻ മറ്റുള്ളവർ തിരിച്ചു പ്രയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയായി വേണേ ഇതിനെ നമുക്ക് കരുതാം. ഇതിനിടയിൽ ജാസ്മിൻ്റെയും ഡെയ്സിയുടെയും കാര്യം വരുമ്പോൾ മത്സരത്തിന് ഇടയിൽ വീഴ്ചകൾ വരുത്തി എന്നൊക്കെ ഓരോ റീസൺ മറ്റുള്ളവർക്ക് പറയാനുണ്ടെങ്കിലും ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന പല കണ്ടസ്റ്റൻസും ഉള്ളപ്പോൾ വളരെ ശക്തമായി തന്നെ ബിഗ് ബോസ് വീട്ടിൽ മുന്നേറുന്ന ഇവരെ നോമിനേറ്റ് ചെയ്യാൻ മേലിപ്പറഞ്ഞതൊക്കെ ഒരു കാരണങ്ങൾ ആണോ എന്നും നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.